പറയാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം, ചില ക്ലയൻസുകളും കസ്റ്റമേഴ്സൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ ചോദിച്ച ഒരു ചോദ്യം ഈ സ്റ്റീൽ സ്ട്രക്ചറിനെ പറ്റി ഒന്ന് ചോദിച്ചു. അതായത് ഈ സ്റ്റീൽ സ്ട്രക്ചർ കോൺക്രീറ്റ് സ്ലാബിനേക്കാളും നല്ലതാണോ, കോൺക്രീറ്റ് സ്ട്രക്ചറിനേക്കാളും നല്ലതാണോ, ചുടുകട്ട ഇടുന്നതിനേക്കാളും നല്ലതാണോ, സോളിഡ് ബ്ലോക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷനേക്കാളൊക്കെ നല്ലതാണോ എന്നൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ സ്കൈ സ്ക്രാപ്പേഴ്സ്, ബുർജ് ഖലീഫ, വേൾഡ് ട്രേഡ് സെൻറ്റർ, അങ്ങനെ അനേകം സ്ട്രക്ചറുകൾ സ്റ്റീൽ സ്ട്രക്ചർ കൊണ്ടാണ് പണിഞ്ഞേക്കുന്നത്. 1885 തോന്നുന്നു, അതായത് ഇതിനൊക്കെ ഒരു 150 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കി തുടങ്ങിയ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഇന്ന് നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് അവയർനെസ് വളരെ കുറവായിട്ട് വരുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എല്ലാവരും ഈ കാർ പോർച്ച് പണിയാനും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ എക്സ്റ്റൻഷന് വേണ്ടി ഫാബ്രിക്കേഷനായിട്ടാണ് നമ്മുടെ നാട്ടിൽ സ്റ്റീൽ സ്ട്രക്ചർ ഉണ്ടാകുന്നത്. എന്നാൽ അതല്ല, അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. 100 വർഷത്തിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് സ്റ്റീൽ സ്ട്രക്ചർ പണിയാൻ സാധിക്കും. മറ്റുള്ളതിനേക്കാളൊക്കെ നല്ല രീതിയിൽ അത് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയാൽ സ്റ്റീൽ സ്ട്രക്ചറിനേക്കാളും നല്ലൊരു സ്ട്രക്ചർ ഇല്ല. അപ്പം ഒരു കാരണവശാലും നിങ്ങൾ അതിനെ ഒരു ചെറുതായിട്ടൊരു ലോക്കൽ അല്ലെങ്കിൽ അതൊരു കോസ്റ്റ് എഫക്റ്റീവായിട്ട്, അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് നമ്മൾക്കത് പറയാൻ സാധിക്കും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിന് വാല്യൂ കൊടുക്കുന്നവർക്ക് എത്രയും വേഗം കൺസ്ട്രക്ഷൻസ് കഴിയണം, അല്ലെങ്കിൽ എൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ചുമ്മാ ആവശ്യമില്ലാത്ത സ്ട്രക്ചറിൽ പൈസ കൊണ്ട് കളയരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് സ്റ്റീൽ സ്ട്രക്ചർ വളരെ ഉപയോഗപ്പെടും. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കിട്ടും. കാരണം ഒത്തിരി ക്ലാഡിങ്ങുകൾ, പ്രീകാസ്റ്റ് മെറ്റീരിയലൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ സ്റ്റീൽ സ്ട്രക്ചർ വളരെ വലിയൊരു സൊല്യൂഷനാണ്. അത് റൈറ്റ് ടൈമിൽ ആ റൈറ്റ് ഡിസൈനോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ അതിനെ വെല്ലാൻ ഒരു സ്ട്രക്ചർ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. സിമെൻറ്റും മണലും ഇതൊക്കെ ഇട്ട് മനുഷ്യന് സത്യം പറഞ്ഞാൽ ഒരു സൈറ്റ് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഭയങ്കര തലവേദനയാവും അല്ലേ. എത്ര പാക്കറ്റ് സിമെൻറ്റ് ഇറങ്ങി നോക്കണം, ബ്ലോക്ക് കട്ട എത്ര ഇറങ്ങി നോക്കണം. മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്ട്രക്ചറിൽ. എന്നാൽ ആ സമയത്ത് ഇത് ഒരു ഡിസൈൻ, പ്രിസിഷനായിട്ടുള്ളൊരു ഡിസൈൻ ഉണ്ടാക്കുന്നു, അത് ഫാക്ടറി മെയ്ഡായിട്ട് വരുന്നു, ആ സ്ട്രക്ചർ കംപ്ലീറ്റ് ആവുന്നു. എന്നിട്ട് ആളുകൾ അതിന് സീലിങ്ങിൻ്റെ പ്രോബ്ലം വരുമെന്നും സ്ലാബിന് പ്രോബ്ലം വരുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ ഒന്നുമല്ല. ഇത് ഭയങ്കര സ്ട്രോങ്ങും അതുപോലെ തന്നെ ഈൽഡ്, സാധാരണയുള്ള കൺസ്ട്രക്ഷൻ കോൺക്രീറ്റ് സ്ട്രക്ചറിനേക്കാളും കൂടുതൽ കാലം സസ്റ്റെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരു സൊല്യൂഷനാണ് സ്റ്റീൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്നവർ ഇനിയെങ്കിലും നിങ്ങൾ അതിനെ ഒരു കാരണവശാലും കോൺക്രീറ്റ് സ്ട്രക്ചർ സ്റ്റീൽ സ്ട്രക്ചറോട് കമ്പയർ പോലും ചെയ്തില്ല. അതിനേക്കാളും മേളിലാണ് സത്യം പറഞ്ഞാൽ സ്റ്റീൽ സ്ട്രക്ചർ. പക്ഷെ അത് റൈറ്റ് ഡിസൈനോടുകൂടി അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതുപോലെ അത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതും അതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യുന്നതും കറക്റ്റായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലൊരു സൊല്യൂഷൻ കൺസ്ട്രക്ഷൻ ഇല്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താ പറയുക, ക്വാളിറ്റിയോട് കൂടി തന്നെ ടൈം സേവിങ്, മണി സേവിങ് ഒക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ്. അത് സത്യം പറഞ്ഞാൽ അതുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നവരുമായിട്ട് നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാര്യം നമുക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി, ഈ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുകയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഞങ്ങളുടെ ലിങ്ക് തരാം. വെബ്സൈറ്റിൽ ഒരു ബുക്ക് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. സോ ഐ തിങ്ക് ഈ കൺഫ്യൂഷൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റീൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലോകത്തിൽ 150 വർഷം മുമ്പേ ലോകം തെളിയിച്ചൊരു കാര്യമാണ്. അനേകം എല്ലാവർക്കും അറിയാവുന്നൊരു പേരാണ് ബുർജ് ഖലീഫ. അതിനേക്കാളും വലിയൊരു എക്സാമ്പിൾ ഇല്ല. അപ്പം ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. കേവലം ഒരു കാർ പോസ്റ്റ് പണിയാനോ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ബാക്കിലത്തെ ബാൽക്കണി എക്സ്റ്റെൻഡ് ചെയ്യാനോ ഉള്ള ഒരു സൊല്യൂഷൻ അല്ല ഈ സ്റ്റീൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും അടുത്തൊരു ഇൻഫർമേഷനായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. താങ്ക് യു.